ഇന്നത്തെ വീഡിയോ കുറച്ച് ഹെൽത്തി ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം നമ്മൾ ഇതിൽ മൈദയോ അല്ലെങ്കിൽ ഓവറായിട്ട് ഓയിലോ ചേർത്തിട്ടില്ല. ഇപ്പം നോമ്പ് തുറേൻ്റെ സമയത്ത് പല പരീക്ഷണങ്ങളും നടത്തുന്ന കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതാണെങ്കിൽ തയ്യാറാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. കുറഞ്ഞ ചേരുവകൾ വെച്ച് തയ്യാറാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ബോൺലെസ് ചിക്കൻ ഒരു 3-4 പീസും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിച്ചെടുത്താലും മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇൻഡസ് വാലിയുടെ സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ള മൾട്ടി പോട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരേ ടൈമിൽ ഇതുപോലെ സ്റ്റീം ചെയ്യാൻ പറ്റും. ഇഡ്ഡലി തട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ തട്ട് ദോശയില്ലേ, അതുപോലെ തയ്യാറാക്കാനുള്ള 2 തട്ടും ഉണ്ട്. വളരെ നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. കൂടുതൽ ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് ഞാനിവിടെ താഴെ കൊടുത്തിരിക്കുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. ഇത് ഒരേ സമയം നമുക്ക് പല യൂസും ഉള്ളതാണ്. മൾട്ടി പർപ്പസ് ആണ് കേട്ടോ. ഇതിനെക്കൊണ്ട് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുമാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ടുണ്ട്. ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ചൂടൊരല്പം തണിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് ഇത് അടിച്ചെടുക്കാം. അപ്പോഴേക്കും ഇതാ നമ്മുടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. ഇതിലേക്ക് നമ്മൾ ചിക്കനും ഉരുളക്കിഴങ്ങും വേവിച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കണക്കായിട്ട് 2 കപ്പിന് കണക്കായിട്ട് സാധാ വെള്ളം എടുത്താലും മതി. ഇതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മൾ ചിക്കൻ വേവിക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷമാണ് ചിക്കൻ വേവിക്കാൻ വെച്ചത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ഒരു ടൈമിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വേണം. ഒരുപാട് തിക്കാവാൻ പാടില്ല എന്ന് കരുതി ഒട്ടും ലൂസ് ആവാനും പാടില്ല. ഒരു വലിയുള്ളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ ഉപ്പ് ചേർക്കണ്ട. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് വാടി കിട്ടും. പക്ഷെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ ഉപ്പ് ചേർക്കാത്തതാവും നന്നാവുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായ ചിക്കൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയും പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അത്യാവശ്യം മല്ലിയില ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കുക. അതുപോലെ കറിവേപ്പില മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ കുറച്ച് കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ച് വെക്കുക. അങ്ങനെ ആകുന്ന സമയത്ത് ഈ ചിക്കൻ്റെ ഒരു ഫ്ലേവർ ബാക്കിയുള്ള മസാലയിലേക്കും കൂടി പിടിച്ചോളും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി സ്നാക്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഇൻഡസ് വാലിയുടെ സെയിം പോട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൽ തട്ട് ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഇതുപോലത്തെ 2 പ്ലേറ്റ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മുടെ സ്നാക്സ് തയ്യാറാക്കുന്നത്. ഇനി ഇതില്ലാത്തവരാണെങ്കിൽ നമുക്ക് പ്ലേറ്റോ അല്ലെങ്കിൽ കേക്ക് ടിന്നോ എടുക്കാം. എന്നിട്ട് അതിൽ ഇതുപോലെ എണ്ണ തേച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച അരിപ്പൊടിയുടെ ബാറ്റർ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. വളരെ കനം കുറച്ചിട്ട് വേണേ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ലെയർ പോലെ മാത്രം മതി. അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡിലും ആയിന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അരിപ്പൊടിയുടെ മിക്സ് പതുക്കെ ഒഴിച്ചു കൊടുക്കുക. വളരെ കനം കുറച്ചിട്ട് വേണം അരിപ്പൊടി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് സ്റ്റീം ചെയ്തിട്ടാണ് തയ്യാറാക്കുന്നത്. അതായത് നമ്മുടെ പാത്രത്തിൽ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ചൂടാകുന്ന സമയത്ത് നമ്മൾ അടയൊക്കെ ചൂടുമല്ലോ, ഏകദേശം അതുപോലെയൊക്കെ തന്നെ വെള്ളം ചൂടാകുന്ന സമയത്താണ് ഈ തട്ട് വെച്ച് കൊടുക്കേണ്ടതും ഇതുപോലെയൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ നമുക്കൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ആ ഒരു ടൈമിലേക്ക് നമുക്ക് 2 കോഴിമുട്ടയിലേക്ക് ഒരല്പം ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ മല്ലിയിലയും ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ടിട്ട് അതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം ഇതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് മുട്ടയുടെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ പരത്തുകയെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ സൈഡിലും ഒരുപോലെ ആയിക്കോളും. എന്നിട്ട് മൂടി വെച്ചിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം.
ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഈ സൈഡൊക്കെ ഏകദേശം നല്ല വെന്ത് ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ചൂട് തണിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രൈ പാൻ ചൂടായിട്ട് അതിലേക്ക് ഇത് മുറിഞ്ഞു പോവാതെ ശ്രദ്ധിച്ച് ഇതുപോലൊന്ന് കമഴ്ത്തി കൊടുക്കുക. അങ്ങനെയാവുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും. ചിലർക്കൊക്കെ അങ്ങനെയായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ അതുപോലെയും ചെയ്ത് നോക്കുക. എന്നിട്ട് ഏകദേശം ആ ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വന്നതെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പതുക്കെ നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. ഇതുപോലെ ഒന്നും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. മല്ലിയിലയും ചിക്കനൊക്കെ വരുമ്പം ഈ അരിപ്പൊടിക്ക് ഒരു സ്പെഷ്യൽ ഫ്ലേവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്കിതുപോലെ ചെയ്ത് നോക്കാം. അതല്ല ഇനി ആ ഒരു പാത്രം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.